MLA അപകടത്തിൽപ്പെട്ട മൃദംഗനാഥം മൃദംഗ മിഷൻ പരിപാടിയുടെ പേരിൽ നടത്തിയത് വ്യാപക പിരിവെന്ന് പരാതി. സംഘാടകർ 1 കോടിയിലധികം രൂപ പിരിച്ചു. ഒരു കുട്ടിയിൽ നിന്നും പിരിച്ചത് 2000 രൂപ. കാഴ്ചക്കാർക്ക് 140 മുതൽ 300 രൂപ വരെ ടിക്കറ്റും ആവശ്യമായിരുന്നുവെന്നും രക്ഷിതാവ് ബിജി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ന്യൂസ് മലയാളം എക്സ്ക്ലൂസീവ്. മാഡം, ഞാൻ ചോദിച്ചത് ഇന്നലത്തെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് നിങ്ങൾക്ക് പണം കൊടുക്കേണ്ടി വന്നിരുന്നോ? 2000 രൂപയാണ് ഒരു കുട്ടിയോട് പിരിച്ചത്. ഒരു കുട്ടിയോട് രജിസ്ട്രേഷൻ എന്നുള്ളത് ശരിക്കും ഇതിപ്പോ എന്റെ കണക്കൂട്ടിൽ ഇതൊരു 6 മാസം മുമ്പാണ് നമ്മളോട് നമ്മുടെ കുട്ടി പഠിക്കുന്ന ഡാൻസ് സ്കൂളിൽ നിന്ന് വിളിച്ച് ഇപ്പൊ നമ്മൾ ചേർത്ത സമയത്ത് അവരിങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു, ഇങ്ങനെ ഒരു പരിപാടി വരുന്നുണ്ട്. അപ്പം അതിന്റെ ഗിന്നസ് റെക്കോർഡ് ഇത് ഏറ്റവും കൂടുതൽ ഭരതനാട്യം നർത്തകരെ പങ്കെടുപ്പിച്ചത് തമിഴ്നാടിനാണ്. ഇപ്പൊ കേരളം അതിനുള്ള ഒരു ഇത് നടത്തുന്നുണ്ടെന്ന് പറഞ്ഞാണ് ശരിക്കും നമ്മളോട് അത് പറഞ്ഞ് ഈ പൈസ പറഞ്ഞതും കൊടുത്തതും. 2000 രൂപ ഒരു കുട്ടിയോട് വാങ്ങിയത് കൂടാതെ തന്നെ നമുക്ക് നല്ല ഭാരിച്ച ചെലവ് വന്നു. അതായത് ഈ 2000 രൂപയിൽ കുട്ടിയുടെ ഒരു ഫെസിലിറ്റിയോ ഒന്നും ഇൻക്ലൂഡിങ് അല്ല. ഇവർക്ക് ആകെ ഒരു ബിസ്ക്കറ്റും 2 ബിസ്ക്കറ്റും ഒരു ജ്യൂസും ആണ് അവിടെ കഴിക്കാൻ പോലും കൊടുത്തത്. നിങ്ങൾ ഇത് ആർക്കാണ് ഈ പണം കൊടുക്കേണ്ടിയിരുന്നത്? ഈ പണം കൊടുത്തത് നമ്മള് ടീച്ചേഴ്സിനാണ് അയച്ചു കൊടുത്തത്. ആക്ച്വലി കുട്ടിയുടെ പേരന്റ് അത് കാണണമെങ്കിൽ പോലും അവരും ടിക്കറ്റ് എടുക്കണമായിരുന്നു. എത്ര രൂപയായിരുന്നത്? ആദ്യത്തെ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു 200 രൂപയോ 149 രൂപയോ അങ്ങനെ എന്തോ ആയിരുന്നു. ബുക്ക് മൈ ഷോ വഴി ടിക്കറ്റ് എടുക്കണമായിരുന്നു. സഹിൻ ആന്റണിയുടെ സഹിൻ, ഉമാ തോമസ് MLAക്ക് പരിക്കേറ്റു. ആ ഞെട്ടൽ നമുക്ക് മാറിയിട്ടില്ല. ആരോഗ്യനില ഇപ്പോഴും ഗുരുതരമായി തുടരുകയാണ്. അതിനപ്പുറമാണ് മറ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന ഞെട്ടിപ്പിക്കുന്ന വിവരം. അതായത് 12,000 പേരാണെങ്കിൽ 2 കോടിയിലധികം രൂപ പിരിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് സേതു മനസ്സിലാക്കേണ്ടത്. വ്യാപകമായ പണപ്പിരിവ് ഈ പരിപാടിയുടെ പേരിൽ നടന്നു എന്നുള്ളതാണ്. മൃദംഗ മിഷൻ തന്നെയാണ് ഒരു കുട്ടിയിൽ നിന്നും 2000 രൂപ പിരിച്ചെടുത്തിരിക്കുന്നത്. മാത്രമല്ല രക്ഷിതാക്കളിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട്. അത് ഒരാൾക്ക് ഈ പരിപാടി കാണുന്നതിന് 149 രൂപയായിരുന്നു. ആദ്യഘട്ടത്തിൽ ബുക്ക് മൈ ഷോ വഴിയായിരുന്നു ഈ ടിക്കറ്റ് എടുക്കേണ്ടിയിരുന്നത്. പിന്നീട് അത് 300 രൂപ വരെ എത്തുന്ന സാഹചര്യമുണ്ടായി. ഇതിന് പുറമെ പല വ്യാപാര സ്ഥാപനങ്ങളുടെയും പിരിവും എടുത്തിട്ടുണ്ട്. അങ്ങനെ 2 കോടിയിലധികം രൂപയുടെ വ്യാപക പിരിവ് ഈ പരിപാടിയുടെ പേരിൽ നടന്നു എന്നുള്ളതാണ്. ഈ കുട്ടികളെല്ലാം ആകർഷിച്ചത് ഇത് ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ പോകുന്നു. 12,000 നർത്തകർ പങ്കെടുക്കുമ്പോൾ ഗിന്നസ് ബുക്കിൽ ഇടം പിടിക്കാൻ പോകുന്നു. ഒരു ഗിന്നസ് ബുക്ക് അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡ് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് പറഞ്ഞുകൊണ്ടായിരുന്നു കുട്ടികളെയൊക്കെ ഇതിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ വ്യാപകമായ ഒരു തട്ടിപ്പ് ഈ പരിപാടിയുടെ പേരിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഉമാ തോമസ് അടക്കമുള്ള MLA കൂടാതെ മന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത ഈ പരിപാടി ഇതൊരു തട്ടിപ്പായിരുന്നു. കുട്ടികളിൽ നിന്നും പണം പിരിക്കുന്നതിന് വേണ്ടി മാത്രം നടത്തിയ ഒരു പരിപാടിയായിരുന്നു. അത്തരത്തിലുള്ള പരാതികളാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസിന് ഇതിന്റെ പണപ്പിരിവിനെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള അന്വേഷണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ 2000 രൂപയാണ് ഒരു കുട്ടിയിൽ നിന്നും പിരിച്ചിരുന്നത്. അങ്ങനെ 12,000-ലധികം കുട്ടികൾ ഉണ്ടായിരുന്നു. അവരിൽ നിന്നും പണം പിരിക്കുമ്പോൾ 2 കോടിയിലധികം രൂപ ആ ഇനത്തിൽ തന്നെ മാറിയിട്ടുണ്ട്. കൂടാതെ രക്ഷിതാക്കളിൽ നിന്നും ഒപ്പം തന്നെ ഇത് കാണാനെത്തുന്നവരിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട്. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു പിരിവ് ഈ പരിപാടിയുടെ പേരിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. ഇത് പോലീസിന് ഇതിനെക്കുറിച്ച് അറിവില്ല. സംസ്ഥാനത്തെ GST വിഭാഗത്തിന് ഇതിനെക്കുറിച്ച് അറിയില്ല. അങ്ങനെ ടാക്സ് വിഭാഗത്തിന് ഇതിനെക്കുറിച്ച് അറിവില്ല. അങ്ങനെ മറ്റ് ഏജൻസികളെ ഒന്നും അറിയിക്കാതെ ഇത്തരത്തിൽ വലിയ ഒരു തട്ടിപ്പ് ഇവിടെ നടന്നിരിക്കുന്നു. ഉമാ തോമസ് അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ, മന്ത്രി അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയപ്പോൾ ഇവരാരും ഇത്തരത്തിലുള്ള ഒരു വ്യാപക പണപ്പിരിവിനെ കുറിച്ച് അറിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ടത്. 12,000 നർത്തകരാണ്, അതിൽ കുഞ്ഞു കുട്ടികളുണ്ട്. ഈ സഹിൻ പറഞ്ഞ പോലെ കുട്ടികളൊക്കെ സംബന്ധിച്ച് ഒരു ഗിന്നസ് റെക്കോർഡിൽ വരിക എന്ന് പറഞ്ഞാൽ അവർക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു ഗിന്നസ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടുക എന്ന് പറയുന്നത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഏതൊരു മനുഷ്യനെ സംബന്ധിച്ച്. പക്ഷേ അതിനപ്പുറം ഈ 2000 രൂപ വെച്ച് പിരിക്കുമ്പോൾ കുട്ടികൾക്ക് ആവശ്യമായ ബേസിക് നീഡ്സ് ഉണ്ട്. ഈ അമ്മയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അവർക്ക് ഈ ബിസ്ക്കറ്റും വെള്ളവും മാത്രം കൊടുക്കാനാണോ ഈ 2000 രൂപ? പാരൻസിന് കയറാൻ വേണ്ടിയിട്ട് മാത്രം അവർക്ക് ടിക്കറ്റ് എടുക്കണം, അതും ഇതിൽ ഇൻക്ലൂഡഡ് അല്ല. ഈ പറഞ്ഞ പോലെ മന്ത്രി, MLA, സമൂഹത്തിന്റെ ഏറെക്കുറെ ഉന്നത സ്ഥാനങ്ങളിലുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തുന്നു. അവരുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ ഉറപ്പാക്കേണ്ടത് ഉദ്യോഗസ്ഥരുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അങ്ങനെ വലിയ രീതിയിൽ ഒരു പരിപാടി അറേഞ്ച് ചെയ്യുമ്പോൾ ഇതിന്റെ
ഇതിന് പിന്നിൽ എന്തൊക്കെ നടക്കുന്നു? ഇതിൽ പണപ്പിരിവുണ്ടോ? ആരൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത്? എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് യാതൊരുവിധ ബോധവും ഇല്ലാതെയാണോ സംസ്ഥാന പോലീസും ഉദ്യോഗസ്ഥരും ഒക്കെ ഈ പരിപാടിക്ക് അനുമതി കൊടുക്കുന്നത്? സ്വാതി, അവിടെയും മറ്റൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പോലീസിനും ഫയർഫോഴ്സിനും ഇതിൽ അനുമതി കൊടുത്തതുമായി ബന്ധപ്പെട്ട വലിയ വ്യാപകമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ ഒരു മന്ത്രിയോ അല്ലെങ്കിൽ ജനപ്രതിനിധിയോ പങ്കെടുക്കുന്ന പരിപാടിയിൽ ആ വേദി അടക്കമുള്ള കാര്യങ്ങൾ ആദ്യമേ തന്നെ പോലീസ് പരിശോധിക്കേണ്ടതാണ്, ഫയർഫോഴ്സ് പരിശോധിക്കേണ്ടതാണ്. ഇവിടെ അത്തരത്തിലുള്ള ഒരു പരിശോധനയും നടന്നിട്ടില്ല. മാത്രമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വ്യാപകമായ പണപ്പിരിവ് ഈ പരിപാടിയുടെ പേരിൽ നടന്നിട്ടുണ്ട്. മന്ത്രി പങ്കെടുത്ത ഒരു പരിപാടിയാണ്. ആ പരിപാടിയുടെ പേരിലാണ് വ്യാപകമായ പണപ്പിരിവ് നടന്നിരിക്കുന്നത്. കുട്ടികളെല്ലാം ഇതിലേക്ക് ആകർഷിച്ചിരിക്കുന്നതാകട്ടെ ഗിന്നസ് ബുക്കിന്റെ പേര് പറഞ്ഞുകൊണ്ട്, വേൾഡ് റെക്കോർഡിന്റെ പേര് പറഞ്ഞുകൊണ്ട്. അതായത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പങ്കെടുത്ത പരിപാടിയാണിത്. അവരെ ആകർഷിക്കുകയാണ് ഈ പരിപാടിയിലേക്ക്. 2000 രൂപ കൊടുത്താൽ നിങ്ങൾക്ക് ഗിന്നസ് ബുക്കിൽ ഇടം നേടാം, അല്ലെങ്കിൽ വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാകാം. സ്വാഭാവികമായും നർത്തകരായിട്ടുള്ള ആരും വീണു പോകുന്ന ഒരു ഓഫറാണ് 2000 രൂപയ്ക്ക് വേൾഡ് റെക്കോർഡിന്റെ ഭാഗമാകുക എന്നുള്ളത്. 12,000 പേര് ഈ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ വരുന്നു. ഒരു കുട്ടിയിൽ നിന്നും 2000 രൂപയാണ് പിരിക്കുന്നത്. മറ്റ് രക്ഷിതാക്കളിൽ നിന്നും കാണാനെത്തുന്നവരിൽ നിന്നും പണം പിരിക്കുന്നുണ്ട്. കൂടാതെ വ്യാപാരശാലകളിൽ നിന്നും പണം പിരിക്കുന്നുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു പണപ്പിരിവ് ഇതിന്റെ പേരിൽ നടത്തിയിരിക്കുന്നു. മന്ത്രി അടക്കമുള്ളവർ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. സംസ്ഥാനത്തെ രഹസ്യാന്വേഷണ വിഭാഗം ഇത് സംബന്ധിച്ചുള്ള ഒരു റിപ്പോർട്ടും കൈമാറിയിട്ടില്ല. ഇന്റലിജൻസ് ബ്യൂറോ, കേന്ദ്രത്തിന്റെ ഇന്റലിജൻസ് ബ്യൂറോ ഇത് സംബന്ധിച്ച് ഒരു പരിശോധനയും നടത്തിയിട്ടില്ല. വ്യാപകമായ പിഴവ് നമ്മുടെ ഏജൻസികൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പേരിൽ നടന്നിരിക്കുന്ന ഈ തട്ടിപ്പ് അന്വേഷിക്കേണ്ടതാണ്, പരിശോധിക്കേണ്ടതാണ്. രക്ഷിതാക്കൾക്ക് മറ്റൊരു പരാതി ഉള്ളത്, ഈ 2000 രൂപ ഒരു കുട്ടി നൽകുമ്പോൾ ആ കുട്ടിക്ക് കൊടുക്കേണ്ട ഒരു കുറച്ച് ബേസിക് നീഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ അതിന് ആവശ്യമായി വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ വസ്ത്രങ്ങളെല്ലാം കുട്ടികൾ തന്നെ വാങ്ങേണ്ടി വന്നു. അവർക്ക് ഉപയോഗിക്കേണ്ട ചമയങ്ങളെല്ലാം കുട്ടികൾ തന്നെ വാങ്ങേണ്ടി വന്നു. എന്തിന് ഒരു അതായത് ചുരുക്കി പറഞ്ഞാൽ, ഞങ്ങൾ ഒരു വേൾഡ് റെക്കോർഡ് സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് തരാം, നിങ്ങൾ ഞങ്ങൾക്ക് 2000 രൂപ തരിക. ആ രീതിയിൽ ഒരു വലിയ തട്ടിപ്പ് നടന്നിരിക്കുന്നു അവിടെ. അതുതന്നെയാണ് സേതു. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നർത്തകരായിട്ടുള്ള ആരെയും ആകർഷിക്കുന്ന, ആരെയും വലയിൽ വീഴ്ത്താൻ കഴിയുന്ന വലിയ ഓഫർ ഈ സംഘടന മുന്നോട്ട് വെച്ചു. അതായത് 2000 രൂപയ്ക്ക് നിങ്ങൾക്കൊരു വേൾഡ് റെക്കോർഡ്, ആ വേൾഡ് റെക്കോർഡിന് 2000 രൂപ നിങ്ങൾ ഇറക്കിയാൽ മതി, അല്ലെങ്കിൽ 2000 രൂപ ഞങ്ങൾക്ക് തന്നാൽ മതി എന്നുള്ള രീതിയിലുള്ള ഒരു ഓഫറാണ് ഇവർ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം കുട്ടികൾ ആ വലയിൽ വീണതും. എന്തായാലും വലിയ ഒരു തട്ടിപ്പ് നടന്നിരിക്കുന്നു. ആ തട്ടിപ്പിനെ കുറിച്ച് പരിശോധിക്കാൻ സംസ്ഥാനത്തെ പോലീസോ രഹസ്യാന്വേഷണ വിഭാഗമോ തയ്യാറായി ായിട്ടില്ല. അവർ ഇക്കാര്യത്തെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല. ഒരു മന്ത്രിയാണ് ഉദ്ഘാടകനായി വേദിയിലെത്തിയത്. മന്ത്രി ഉദ്ഘാടകനായി വേദിയിലെത്തിയ ഈ പരിപാടിയിലാണ് 2000 രൂപ ഒരു കുട്ടിയിൽ നിന്നും വാങ്ങിയിരിക്കുന്നത്. ഒരു കുട്ടിയിൽ നിന്നല്ല, 12,000 കുട്ടികളാണ്. ആ കണക്കെടുത്ത് നോക്കുമ്പോൾ 2 കോടിയിലധികം രൂപ വരും. മാത്രമല്ല, രക്ഷിതാക്കളിൽ നിന്നും ഇത് കാണാൻ കയറുന്നവരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ വ്യാപകമായ ഒരു പിരിവ് ഇതിന്റെ പേരിൽ നടന്നിരിക്കുന്നു. വലിയ ഒരു തട്ടിപ്പ് ഇതിന്റെ പേരിൽ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സേതു. ഈ മറ്റൊരു കാര്യം സഹീൻ, ഈ മൃദംഗനാഥം മൃദംഗവിഷനാണല്ലോ പരിപാടി സംഘടിപ്പിച്ചപ്പോൾ ഈ ഏതെങ്കിലും സംഘാടകരെ പോലീസ് ഈ കസ്റ്റഡിയിലെടുക്കുകയോ അവരെ ചോദ്യം ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇതുവരെയും ആരെയും കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. പക്ഷേ പോലീസിന് സ്വാഭാവികമായി ഇവരെ കസ്റ്റഡിയിൽ എടുക്കേണ്ടി വരും, ഇവരെ ചോദ്യം ചെയ്യേണ്ടി വരും. കാരണം 2 രീതിയിലുള്ള പിഴവുകളാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, ഗുരുതരമായ സുരക്ഷാ പിഴവ്. അതായത് ഏതെല്ലാം ഭാഗങ്ങളിൽ നിന്ന് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടായിരുന്നോ അവിടെയൊന്നും ഇതിൽ സംബന്ധിച്ച സുരക്ഷ നൽകിയിട്ടില്ല. സാധാരണ ഫയർഫോഴ്സ് ഇന്നൊരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ തന്നെ പറയുന്ന സുരക്ഷാ വീഴ്ചകൾ വലിയ സുരക്ഷാ വീഴ്ചകളാണ് സംഭവിച്ചിരിക്കുന്നത്. ഒരു നിര കസേര ഇടേണ്ടടുത്ത് 2 നിരയിലധികം കസേര ഇട്ട് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല 1.2 മീറ്റർ ഉയരത്തിൽ ബാരിക്കേഡുകൾ കെട്ടേണ്ടയിടത്ത് അത്തരത്തിലുള്ളൊരു ബാരിക്കേഡിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. സംസ്ഥാനത്തെ ജനപ്രതിനിധികൾ പങ്കെടുക്കുന്ന പരിപാടിയിൽ യാതൊരു വിധത്തിലുള്ള സുരക്ഷയും ഉറപ്പുവരുത്തിയിട്ടില്ല. സുരക്ഷാ ക്രമീകരണങ്ങൾ ഒന്നും തന്നെയില്ലായിരുന്നു. ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഫയർഫോഴ്സിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഫയർഫോഴ്സ് ബോധപൂർവം മറച്ചു വയ്ക്കുകയാണ്. കാരണം ഈ ഒരു വേദി നൽകുമ്പോൾ അതിന് മുന്നോടിയായി ഫയർഫോഴ്സ് ഇവിടെ പരിശോധന നടത്തേണ്ടതുണ്ട്. അത്തരത്തിലുള്ള
തരത്തിലുള്ള ഒരു പരിശോധന ഫയർഫോഴ്സിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അവിടെ ആ പരിപാടി നടക്കില്ലായിരുന്നു. മറ്റൊന്ന്, ഇതിന് ഈ വേദിയിലേക്ക് എങ്ങനെയാണ് ഈ ഉദ്ഘാടനം എത്തിയത്? ആദ്യമെല്ലാം അറിയിച്ചിരുന്നത് ഇതിന്റെ നടുത്തളത്തിൽ ഉദ്ഘാടനം നടത്തുമെന്നുള്ളതായിരുന്നു. ആ നടുത്തളത്തിൽ നിന്നും മാറി 16 അടി ഉയരത്തിലേക്ക് ഈ വേദി വരുന്നു. ആ വേദി എങ്ങനെ വന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇപ്പോഴും നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിനോ പോലീസിനോ ഒരു മറുപടിയും നൽകാനില്ല എന്നുള്ളതാണ്. എന്തായാലും കേസെടുത്തു, സംഘാടകരെ പിടികൂടേണ്ടതുണ്ട്. സംഘാടകർക്കെതിരെ മറ്റൊരു കേസ് കൂടി ഇനി വരും. കാരണം ഈ 2000 രൂപ നൽകി അല്ലെങ്കിൽ 2000 രൂപ വാങ്ങി വ്യാപകമായ പണപ്പിരിവ് നടത്തിയതിന്, വ്യാപകമായ തട്ടിപ്പ് നടത്തിയതിന് മറ്റൊരു കേസ് കൂടി പോലീസിന് എടുക്കേണ്ടതായി വരും. സേതു. തീർച്ചയായും സഹിൻ, അതായത് ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് നമ്മുടെ നാട്ടിൽ ഏതൊരാൾക്കും എന്തും ചെയ്താലും ഇവിടെ ആരും ഒന്നും ചോദിക്കാൻ വരുന്നില്ല, ആരും ഒന്നും അറിയുന്നില്ല എന്നുള്ളൊരു ഗുരുതരമായ സ്ഥിതിവിശേഷത്തിലേക്ക് നമ്മൾ പോകുന്നു. ഈ ഒരു കുട്ടിയിൽ നിന്ന് 2000 രൂപ വെച്ച് പിരിക്കുമ്പോൾ ഏറെക്കുറെ 2,40,00,000 രൂപ ഈ കണക്കിൽ തന്നെ സംഘാടകർക്ക് കിട്ടിയിരിക്കുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ സഹിൻ പറഞ്ഞതുപോലെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾ, എന്താണെങ്കിലും ഒരു കുടുംബത്തിൽ നിന്ന് ഏറ്റവും കുറഞ്ഞൊരു 4 പേരെങ്കിലും വരും. അങ്ങനെ പോവുകയാണെങ്കിൽ തന്നെ ഒരു 1000 രൂപയ്ക്ക് മുകളിലായി. ഇത്തരത്തിൽ എത്ര കോടികളുടെ തട്ടിപ്പാണ് അവിടെ നടന്നിരിക്കുന്നത് എന്നുള്ളത് ഇവിടുത്തെ ഇന്റലിജൻസോ ഇവിടുത്തെ GST വിഭാഗമോ ഇവിടുത്തെ പോലീസോ ഫയർഫോഴ്സോ ഒന്നും ഒരു വിവരവും അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ നാടിനെ സുരക്ഷ എത്രത്തോളമാണ് വലുത്, നമുക്കൊക്കെ എന്ത് സുരക്ഷയാണ് ഇവിടെ ഉള്ളത് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഉമാ തോമസ് അപകടത്തിൽപ്പെട്ട മൃദംഗനാഥം മൃദംഗവിഷൻ പരിപാടിയുടെ പേരിൽ ഇവിടെ നടന്നത് വ്യാപക പിരിവെന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരിലേക്ക് ന്യൂസ് മലയാളം എത്തിച്ചത്.